ഗൈസ് അങ്ങനെ കാനഡയിൽ മാർക്ക് കാർണി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ഇലക്ഷൻ ഒന്നും നടന്ന് സംഭവിച്ച അല്ല. ബിക്കോസ് ജസ്റ്റിൻ ട്രൂഡോ റിസൈൻ ചെയ്യണമെന്നുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഒഫീഷ്യലി റിസൈൻ ചെയ്തതായിരുന്നു ലാസ്റ്റ് ജാനുവരി 2025. അങ്ങനെ ജസ്റ്റിൻ ട്രൂഡോ റിസൈൻ ചെയ്ത് അവരുടെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരു ലീഡറിനെ സെലക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ അവർ സെലക്ട് ചെയ്ത് മാർക്ക് കാർണിയെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ലീഡർ ലൈക്ക് പുള്ളി MP ആണ്. അറ്റ് ദ സെയിം ടൈം പുള്ളി ലിബറൽ പാർട്ടിയുടെ ലീഡർ ആയതുകൊണ്ട് ഇപ്പോൾ ലീഡറായിട്ട് എലക്ട് ചെയ്തുകൊണ്ട് പുള്ളി പ്രൈം മിനിസ്റ്ററാണ്. ബട്ട് ഇതൊരു ലോങ് ടേം ലൈക്ക് എന്താ പറയുന്നത്, ലോങ് ടേമിലേക്കുള്ളൊരു ഇതല്ല, കമ്മിറ്റ്മെൻ്റ് അല്ല. ലൈക്ക് ഇതൊരു ഒക്ടോബർ വരെ ഉള്ളൂ. നെക്സ്റ്റ് ഒക്ടോബറിലാണ് ഇവിടെ കാനഡയിൽ ഒഫീഷ്യലി എലക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ എലക്ഷൻ നടക്കുന്നിടം വരെ ഉള്ള ടൈമിലേക്ക് ഉള്ളൊരു ഒരു സ്ഥാനമെന്നേ ഉള്ളൂ ഇത്. ഈ ചെറിയൊരു ടേം കൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഒക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ചൊന്നും നടക്കുന്നത്. ബിക്കോസ് ഇത് ലിബറൽ പാർട്ടിയുടെ തന്നെ അതേ ആ സെയിം ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിയുടെ തന്നെ ലീഡറാണ് ഈ പറയുന്ന, ഒരു ആളാണ് ഈ മാർക്ക് കാർണി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇവർ പാർട്ടിയിൽ ഒരു ജസ്റ്റിൻ ട്രൂഡോ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് പുള്ളിയുടെ തന്നെ ഒരു ഡിസിഷൻ ആയിരിക്കത്തില്ലല്ലോ. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഹോൾ ഡിസിഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിവേസ് ഈ പുള്ളിയെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ പുള്ളി ഒരു എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളി ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായിരുന്നു. അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഞാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഗവർണർ ആയിരുന്നെന്ന് പറയുന്നു. യാ പിന്നെ അതുപോലെ തന്നെ ഈ ജസ്റ്റിൻ ട്രൂഡോ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ അഡ്വൈസറും കൂടെ ആയിരുന്നു ഈ പുള്ളി. ബട്ട് സ്റ്റിൽ നമുക്കൊരുപാട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാനൊക്കത്തില്ല. ബട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ ടാരിഫ് എങ്ങനെയും ഒഴിവാക്കാൻ ഒക്കുന്ന ഒരു ആളെയാണ് നമുക്ക് വേണ്ടത്. അത് എത്രത്തോളം പുള്ളിയെ കൊണ്ട് കഴിയുമെന്ന് നമുക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഫിംഗേഴ്സ് ക്രോസ്, നമ്മളെല്ലാവരും അതിനുവേണ്ടിയാണ് ഹോപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ഈ അമേരിക്ക ടാരിഫ് വന്നതോടുകൂടി കാനഡയിലുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ്, അതുപോലെ എല്ലാ ഇൻഡസ്ട്രിയിലും, ഈവൻ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ പോലും ഇപ്പോൾ കാർഗോസ് ഒന്നും ഇനി ചിലപ്പോൾ അടുത്ത മാസം തൊട്ട് വളരെയധികം കുറയും. കാർഗോസിലാണ് ഈ എയർലൈൻ ഇൻഡസ്ട്രി ഏറ്റവും അധികം പൈസ ഉണ്ടാക്കുന്നത്, ഈ പാസഞ്ചേഴ്സിനെക്കാട്ടിലും. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒരുപാട് കാർഗോ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ സ്റ്റോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട് ഈ ടാരിഫ് വന്നു കഴിഞ്ഞാൽ. ബിക്കോസ് ഇവിടുന്നുള്ള ഗുഡ്സിന് അമേരിക്ക ടാരിഫ് വെച്ചതുപോലെ തന്നെ കാനഡ അമേരിക്കയിൽ നിന്നുള്ള ഗുഡ്സിന് ഇവിടെയും ടാരിഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അറ്റ് ദ സെയിം ഇവിടെയുള്ള അമേരിക്കയിൽ നിന്നുള്ള ഗുഡ്സ് ഇവിടുന്ന് ആരും വാങ്ങത്തില്ല, നമ്മുടെ ഗുഡ്സ് അവിടുന്ന് ആരും വാങ്ങത്തില്ല. ബട്ട് ഇത് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് കാനഡയിൽ തന്നെ ആയിരിക്കും. ബിക്കോസ് കാനഡയുടെ ഒരു വലിയ മാർക്കറ്റാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഒരു 75% ഓഫ് കനേഡിയൻ റിസോഴ്സസും അമേരിക്കയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നുണ്ട്, ഇനിയൊരു പെട്ടെന്നൊരു ലൈക്ക് എന്താ പറയുന്നത്, ഒരു ട്രേഡ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക എന്നൊന്നും പറഞ്ഞാൽ അത്ര ഈസി അല്ല. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന 75% ഓഫ് റിസോഴ്സസും സെല്ല് ചെയ്യാൻ നോക്കുന്ന അമേരിക്കയെ പോലെയുള്ളൊരു ട്രേഡ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി ഈ ചെറിയ ടേം കൊണ്ട് പോസിബിൾ അല്ല. പ്ലസ് അമേരിക്കയുടെ നിന്ന് സാധനം മേടിക്കുന്നവരിൽ നിന്ന് വേണം നമ്മളിനിയും ട്രേഡ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാൻ. ലൈക്ക് യൂറോപ്പോ ചൈന ഓൾറെഡി ഓയിലിൻ്റെ കാര്യത്തിൽ കാനഡയുമായിട്ട് എന്തോ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ബട്ട് ഇതുവരെ അത് ഫൈനലൈസ് ആയിട്ടില്ല. സ്റ്റിൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാനഡയ്ക്ക് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇന്ത്യ കാനഡയുടെ ഗുഡ്സ് ഒന്നും വാങ്ങുമെന്നും തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് കണ്ടറിയണം. എനിവേസ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാനഡ വളരെ മോശമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിനുള്ളൊരു നല്ല ലീഡറിനെയാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു എലക്ഷൻ വന്ന് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്നായിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഓൾറെഡി ഓവർ പോപ്പുലേറ്റഡ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് പോലും ജോലി ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നാട്ടിലല്ലെങ്കിൽ GCCയിലൊക്കെ നല്ല ജോലിയുള്ളവർ കാനഡ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പോൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സ്റ്റുഡൻസിന് ജോലി കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ PR ആയിട്ട് വന്നവർക്ക് ഒട്ടും ജോലി കിട്ടാത്തൊരവസ്ഥയാണ്. ബിക്കോസ് ഒരു ഹോൾ ഫാമിലിയൊക്കെ ഇവിടെ വന്നിട്ട് ജോലി ഇല്ലാതെ 2-3 മാസമൊക്കെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. 3 മാസമൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ തള്ളി നീക്കാം. നമ്മുടെ ഈ സേവിങ്സ് ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കാം. ബട്ട് ജോലി ഇല്ലാതെ നമ്മൾ 1 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ തകർന്നു പോകുന്നൊരവസ്ഥയായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ലൊരു ഇപ്പോഴത്തെ ഒരു ടൈം മാറും. ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും കാനഡ നല്ലൊരു ജോലിയുള്ളവർ അത് കളഞ്ഞിട്ട് കാനഡയിലോട്ട് വരല്ല. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ ഇതുപോലെ സ്പൗസൽ സ്പോൺസർഷിപ്പ്, ലൈക്ക് ഈ സ്റ്റുഡൻ്റായിട്ട് വന്നവരുടെ സ്പൗസ് സ്റ്റുഡൻ്റാണ് ഇവിടെ ഇപ്പോൾ മറ്റേ ഡിപ്പെൻഡൻറ്റ് വീസ അത് ഓൾറെഡി അപ്രൂവ് ആയി, ബട്ട് സ്റ്റിൽ ഇതുവരെ പ്രോസസ്സ് ആകുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ IRCC ഫുൾ ഇമിഗ്രേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ സ്പൗസൽ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ. ബട്ട് സ്പൗസൽ PR സ്പോൺസർഷിപ്പ് ഒക്കെ കാണും, ബട്ട് സ്റ്റിൽ അത് സ്ലോ ആണ്. അപ്പോൾ ഈ സ്പൗസിൻ്റെ ഡിപ്പെൻഡൻ്റായിട്ട് ഓപ്പൺ വർക്ക് പെർമിറ്റ് വരുന്നവർക്ക് ഓൾറെഡി ഇപ്പോൾ അതിനകത്ത് ലൈക്ക് ചില കാറ്റഗറീസിൽ മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. ബട്ട് ഇത് ഐ മീൻ ലൈക്ക് എന്താ, ഈ റൂൾ വരുന്നതിന് മുമ്പായിട്ട് അപ്രൂവ് ആയ പലരുടെയും വീസ ഇപ്പോൾ പ്രോസസ്സ് ആകാതെ കിടപ്പുണ്ട്. അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എനിക്ക് പലരും മെസ്സേജ് അയച്ചു അത് പ്രോസസ്സ് ആകുന്നില്ല. ബട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അത് പ്രോസസ്സ് ആകാത്തതെന്നൊന്നും. ബട്ട് സ്റ്റിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ഇവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ബിക്കോസ് ഇനിയും ആളുകളെല്ലാം കൂടി ഇങ്ങോട്ട് വിളിച്ച് വരുത്തി ഇവിടെ നമുക്ക് ഈ ഒരു കൺട്രിക്ക് അതൊന്നും ലൈക്ക് അവർക്ക് ജോലി കൊടുക്കാൻ, ഇവിടെ ഉള്ളവർക്കും ജോലിയില്ല, വരുന്നവർക്കും ജോലിയില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകും. അപ്പോൾ മാർക്ക് കാർണി ഇനി ഒരു ഒക്ടോബർ വരെ, ചിലപ്പോൾ ഒക്ടോബറിന് മുമ്പ് തന്നെ ഇലക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ ഒരു ചാൻസ് വെച്ചിട്ട് കൺസർവേറ്റീവ് പാർട്ടി വരുമോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എന്തായാലും രണ്ട് പാർട്ടി, ഇപ്പോൾ കൺസർവേറ്റീവ് ആയാലും ലിബറൽ ആയാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളുണ്ട്. ഇപ്പോൾ കൺസർവേറ്റീവ് വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അവർ ഇമിഗ്രേഷൻ പ്രോസസ്സ് മൊത്തമായിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇമിഗ്രേഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ 100% ഇവിടെ ഇപ്പോൾ നമ്മുടെ ട്രംപ് നടത്തിയതിനെക്കാട്ടിലും വലിയൊരു നാടുകടത്തൽ കാനഡയിൽ നടത്തിയേ പറ്റൂ. ബിക്കോസ് അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഈ US കാനഡ റിലേഷൻഷിപ്പ് സ്പോയിൽ ആകാനുള്ളൊരു കാരണം. ട്രംപ് വന്നപ്പോൾ ട്രംപ് അവരുടെ അമേരിക്കൻ സിറ്റിസൻസിന് കൊടുത്ത വലിയൊരു ഒരു പ്രോമിസ് ആയിരുന്നു, ലൈക്ക് ഇല്ലീഗൽ എമിഗ്രൻസിനെ കടത്തുമെന്നുള്ളത്. പക്ഷേ ഇല്ലീഗൽ എമിഗ്രൻസ് അമേരിക്ക പോയതിൻ്റെ ഒരു വലിയ കാരണം കാനഡയും കൂടാണ്. ബിക്കോസ് ഇവിടെ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് കണ്ടു, ഇതുപോലെ കഴിഞ്ഞ വർഷം വന്നതിൽ ഒരു 20,000 സ്റ്റുഡൻസ് ഇതുവരെ കോളേജിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ടില്ല. സ്റ്റുഡൻറ്റ് വിസ വന്നവർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിനകത്ത് അവർ ചെന്ന് പെടുന്നു. അപ്പോൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് അവർ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബൈ-വീക്ക്ലി 20 hours വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ കോളേജിൽ രജിസ്റ്റർ ചെയ്യാതെ അവർ ആ ഫുൾ ടൈം അവരങ്ങ് ജോലി ചെയ്യുവാണ് ഇല്ലീഗലായിട്ട്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് 10,000 സ്റ്റുഡൻസും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ട്രംപ് ലൈക്ക് ഓപ്പണായിട്ട് പറയുന്നില്ല. ബിക്കോസ് ട്രംപ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളി ഒരു നല്ലൊരു പൊളിറ്റീഷ്യൻ എന്നതിലുപരി നല്ലൊരു നെഗോഷിയേറ്ററാണ്, നല്ലൊരു ബിസിനസ് മാനാണ്. അപ്പോൾ ട്രംപിന് ഒരിക്കലും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്യാൻ വയ്യ. എന്നാൽ ട്രംപ് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുമില്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഡി വന്നു, അമേരിക്ക വന്നു, ഇന്ത്യക്ക് പ്രയോജനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായോ? ഓക്കെ, ഇപ്പോൾ ടെസ്ല ഇപ്പോൾ ഇന്ത്യ വരാൻ പോകുന്നത്, അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് കോഴ്സ് ഉണ്ടാവും. ബട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അമേരിക്കൻ പ്രോഡക്ട്സിന് ഇന്ത്യ 100% ടാരിഫാണ് ചാർജ് ചെയ്യുന്നത്. അതേ സാധനം ഇന്ത്യ എന്നുള്ള സാധനം അമേരിക്ക വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു less than 20% എങ്ങാണ്ടേ ഉള്ളൂ ടാരിഫ്. ഈ 100% എന്നുള്ളത് 75 ആക്കി എങ്ങാണ്ട് ഇപ്പോൾ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ എനിവേസ് ഇതിനകത്ത് അഫ്കോഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട്. ബട്ട് അമേരിക്ക കാനഡ റിലേഷൻഷിപ്പ് ബെറ്റർ ആയില്ലെങ്കിൽ ഇപ്പോൾ കാനഡ അമേരിക്കയ്ക്കും ടാരിഫ് ചുമത്തിയിട്ടുണ്ട്. ബട്ട് ഒരു കാനഡയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു 25% പോലും അമേരിക്കയെ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് അമേരിക്കയ്ക്ക് അവരുടെ റിസോഴ്സസ് ഉണ്ട്, അത് വാങ്ങാനുള്ള ആളുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയുടെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ 70% റിസോഴ്സസും നമ്മൾ സെല്ല് ചെയ്യുന്ന അമേരിക്കയ്ക്കാണ്. അപ്പോൾ അമേരിക്കയായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയൊരു റിസഷന് ഉള്ള ചാൻസ് ഉണ്ടാകും. കാനഡ എന്ന് പറയുന്ന കൺട്രി ഇപ്പോൾ ഓൾറെഡി ഒരു വലിയ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പലർക്കും ജോലി കിട്ടാത്ത അവസ്ഥയാണ്, ജോലി ഉള്ളവരുടെ ജോലി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടാരിഫ് തിങ് വന്നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഇവിടെ വലിയൊരു റിസഷനിലോട്ട് ഈ കൺട്രി പോകും. അപ്പോൾ അങ്ങനെ നടക്കാതിരിക്കട്ടെ. നമുക്കൊക്കെ ആണെങ്കിലും പല ജോലിയിലുള്ളവരാണെങ്കിലും ഇപ്പോൾ വെളിയിൽ നിന്നൊക്കെ വന്നവരാണെങ്കിലും ഇവർ പറയുന്നില്ല അവരുടെ സിറ്റുവേഷൻ എന്തുവാണ്. ബിക്കോസ് നല്ല ജോലിയൊക്കെ ഉള്ളവർ അത് കളഞ്ഞിട്ട് ഇവിടെ വന്നവരാണ്.
ഇപ്പോൾ നമുക്കിപ്പോൾ പറയാനൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല, ഇത്രയും പൈസയും മുടക്കി ഇവിടെ വന്നിട്ട് ജോലി കിട്ടാത്ത സാഹചര്യത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാനൊക്കത്തില്ല. പലരും പറയത്തില്ല, അയ്യോ ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെന്നുള്ളത്. ബട്ട് ഇതാണ് റിയാലിറ്റി, ഇതാണ്. ഇവിടെ പലർക്കും ജോലിയില്ല. ഇവിടെ നല്ല ജോലി കളഞ്ഞു വന്നവരിപ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. റെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലി ഉണ്ടായിട്ട് ഇവിടെ ഒക്കുന്നില്ല. ഇപ്പോൾ ജോലി ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലോട്ട് പോകും. അപ്പോൾ എനിവേയ്സ് ഫിംഗേഴ്സ് ക്രോസ്, നമുക്ക് നോക്കാം മാർക്ക് കാർണിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ ഒക്കുമോ എന്ന്. ബട്ട് സ്റ്റിൽ ഈവൻ ദോ ഇതൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ പോലും പുള്ളിയെ കൊണ്ട് കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ ഒക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. റോബിൻ കാർട്ടിക് സൈനിങ് ഓഫ്.